അപ്പൊ നമുക്ക് ചോദിക്കല്ലോ കാര്യങ്ങൾ. എല്ലാം അമ്പലത്തിൽ കയറി തൊഴുതോ? അമ്പലത്തിലൊക്കെ തൊഴുതോ? തൊഴുതോ? മോളെ പേരെന്താ? ദേവി ലക്ഷ്മി. ദേവി ലക്ഷ്മി. എന്ത് ചെയ്യുന്നു? ഞാൻ 6th പഠിക്കുന്നു. 6th അനന്യ 8th പഠിക്കുന്നു. 8th പഠിക്കുന്നു. രാജീവ്. സരിത. സരിത. നമ്മുടെ പേര് ലതിക. സോറി. ശരി, അപ്പൊ എല്ലാവരും നമ്മൾ പരിചയപ്പെട്ടു കഴിഞ്ഞു. ഞാൻ ഈ മുഖം എവിടെയോ പരിചയപ്പെട്ടിട്ടുണ്ട്, എവിടെ കണ്ടിട്ടുണ്ട്, എവിടെയെങ്കിലും ഉണ്ടോ? നിങ്ങൾ എവിടെയോ ഞാൻ കണ്ടിട്ടുണ്ടോ? ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെ. ഓ, ഫ്ലവേഴ്സ് കോമഡിയിൽ ഐറ്റം വരുന്ന പ്രോഗ്രാം ചെയ്യുന്ന ആൾക്കാരാണല്ലേ? മെഡിക്കൽ. ഓക്കെ, ആയിക്കോട്ടെ. ശരി, നമുക്ക് ചെറിയ ചോദ്യമാണ്, കുസൃതി ചോദ്യങ്ങളാണ്. ചോദിക്കട്ടെ, ആരും കയറാത്ത ബസ് ഏതാണ്? എടാ അനന്തു, ഇന്നലെ ഞാൻ ഉറങ്ങിയതേ ഇല്ല. ഓ, നിന്റെ മുഖത്ത് ക്ഷീണം കാണുന്നു. കൊണ്ടോ? എന്തുവായിരുന്നു നീ? എടാ ഇന്നലെ ആണെങ്കിലും ഞങ്ങളുടെ ഗാനമേള ഇല്ലയോ, നേരം വെളുക്കുന്നിടം വരെ പള്ളിയായിരുന്നു. സിലബസ്. അതാണ് കറക്റ്റ് ഉത്തരം. ഓക്കെ, ശരിയല്ലേ? ഏറ്റവും ഭാരം കൂടുതലുള്ള എന്താണ്? കുസൃതി ചോദ്യമാണ്. ഏറ്റവും ഭാരം കൂടുതലുള്ള സംഭാരം. അടിപൊളി. മൂന്നാമത് ചോദ്യം ചോദിക്കട്ടെ. മലയാള സിനിമയിലെ ഒരു പ്രമുഖ നടൻ ഒരേ സീരീസ്, അതായത് ഒരേ കഥാപാത്രമായിട്ട് 5 സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. പുതിയ നടനും പറയാം, പഴയ നടനും പറയാം, ഇപ്പോഴുള്ള നടനും പറയാം, മുമ്പേ നടനും പറയാം. കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ ഗാനമേളക്കകത്ത് എന്തോ അമ്പലമായിരുന്നു. അത് ഏതൊക്കെയാണ് സിനിമ ചേട്ടൻ പറയാമോ? 5 സിനിമയുണ്ട്. കാലാപാനി ഒരു സിനിമയല്ലേ ചെയ്തുള്ളൂ? അല്ലല്ല, മലയാളത്തിൽ തന്നെയാണ് 5 സീരിയലാണ്. 5 സീരീസായിട്ട് ചെയ്തു. അയ്യോ, അതോ എനിക്ക് ഉറങ്ങാൻ പറ്റാൻ എന്റെ കണ്ണകത്ത് അറിയാനുണ്ടല്ലോ. ഒരിക്കലും കായ്ക്കാത്ത ഒരു മരമുണ്ട്. അത് എന്താണ് ആ മരം? ഒരിക്കലും കായ്ക്കില്ല. പൂവും വരില്ല, കായും വരില്ല. ഏതാണ് ആ മരം? എന്നെ മുട്ട എടുക്കരുത്, എന്നെ മുട്ട പൊരിച്ചെടുക്കരുതാ പറഞ്ഞേ. ഞാൻ വീട്ടിൽ ചെന്ന് പറയും, അപ്പോഴും ഞാൻ പറഞ്ഞു കൊടുക്കൂല. തേക്ക് പൂ വരുമല്ലോ. എഴുന്നേറ്റേ. ആ 4 പട്ടിയെന്നില്ലേ? 4 ആ, ഒരു 4 4 ഇരുന്നാലും 4 കിടന്നാലും 4 നിന്നാലും 4. ഒരിക്കലും വളരെ പെട്ടെന്ന് മരം. കൈ കാണിച്ചേട്ടാ, കൈ കാണിച്ചു. നേരവും വെളുത്തു അടിയും തുടങ്ങി. നീ പറഞ്ഞേ. എന്തോ ടീച്ചറാ? അമരം അതൊരു സിനിമയുടെ പേരല്ല, അതല്ല, ഇത് കുസൃതി ചോദ്യമാണ്. അമരമല്ല, ഒരു കുസൃതി ചോദ്യമാണ്. ഒരിക്കലും കായ്ക്കാത്ത ഒരു മരം. സമരം. അതാണ്. അപ്പൊ എന്നാൽ നമ്മൾ ചോദിച്ച 3 ചോദ്യങ്ങൾക്ക് ഉത്തരം റെഡിയാണ് അല്ലേ? ഇനി സമ്മാനങ്ങൾ മേടിക്കണ്ടേ? ശരി, മേടിക്കാം. സമ്മാനം എടുക്കണം. ഇവിടെയുള്ള ആൾക്കാരാണല്ലോ. ഇത് തൊട്ടടുത്ത് നമ്മുടെ തിരുമലയിൽ കുറച്ച് ഷോപ്പുകളുണ്ട്. തിരുമലയിലാണ്. അപ്പൊ നമുക്ക് ഓടിപ്പോയി സാധനങ്ങളൊക്കെ മേടിക്കാം കേട്ടോ. ഈ ഗിഫ്റ്റുകൾ നിങ്ങൾ അവിടെ പോയി മേടിക്കുക. ഞാൻ ആദ്യമായിട്ട് തരുന്നത് തൃശ്ശൂർ ഗ്രേസ് ജ്വല്ലറിയുടെ സമ്മാനമാണ്. 70% പണിക്കൂലി ഓഫറായിട്ട് നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ എന്ത് ഗോൾഡ് മേടിച്ചാലും 70% പണിക്കൂലി ഓഫറാണ്. ഇപ്പൊ ആ ഒരു സ്കീമില്ല, എന്നാലും ഒരു പണിക്കൂലി ഓഫർ. ഓക്കെ. പിന്നെ രണ്ടാമത് തിരുമലയുള്ള രഞ്ജിനി ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന സ്ഥാപനമുണ്ട്. ഒരു ഫർണിച്ചർ ഷോപ്പാണ്. ഈ ഫർണിച്ചർ ഷോപ്പിൽ അവിടെ പോയി നിങ്ങൾ സാധനം മേടിച്ചു കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങൾക്കും 60% ഡിസ്കൗണ്ട് ഉണ്ട്. 60% അതിന്റെ ഡിസ്കൗണ്ട്. കൂടാതെ വേറെ മറ്റൊരു സാധനമുണ്ട്. അതെന്തായാലും നമ്മുടെ തിരുമല അമ്മയ്ക്ക് വേണ്ടിയിരിക്കട്ടെ. ഓക്കെ. പിന്നെ അടുത്ത വരുന്നത് കല്ലൂസ് ഫാഷൻ ജ്വല്ലറി. പുത്തങ്കട ജംഗ്ഷനിൽ ഒരു തുണിക്കടയുണ്ട്, ഒരു ഫാഷൻ ഷോറൂം ഉണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 20% ഡിസ്കൗണ്ടിൽ ഒരു എന്താ പറയുക, ഡ്രസ്സ് മേടിക്കാം. 20% ഡിസ്കൗണ്ട് ഉണ്ട് അവിടെ. കുന്നിൽ സൂപ്പർ മാർക്കറ്റ്, തിരുമല അരയിലുള്ള കുന്നിൽ സൂപ്പർ മാർക്കറ്റ് നല്ല സമ്മാനമാണ്. 250 രൂപയുടെ പൂജാ സാധനങ്ങൾ അടങ്ങിയ ഒരു ഗിഫ്റ്റ് അവര് 149 രൂപയ്ക്ക് തരുന്നുണ്ട്. അതെന്തായാലും അത് പോയി മേടിക്കാം. ഇതിനെല്ലാത്തിനും പുറമെ കുന്നിൽ സൂപ്പർ മാർക്കറ്റിന്റെ വേറൊരു സമ്മാനമുണ്ട്, ഫലൂഡ. പൂവിൽ നിറഞ്ഞ മധുവോ പരി. അപ്പൊ ഇന്ന് വീട്ടിൽ പോയിട്ട് പിടിക്കാം. ഓക്കെ. പിക്കി ഫീൽഡിന്റെ ഫലൂഡ കിട്ടോ? ഇതെല്ലാം കിട്ടിയല്ലോ. ഒരു കോമഡി കൂടി ഒന്ന് പറയാമോ? എന്തെങ്കിലും ഒരു ചെറിയ നമ്പർ. ഇപ്പൊ ഇങ്ങോട്ടെന്തെങ്കിലും പറഞ്ഞു ഞാൻ തിരിച്ചു കോമഡി. എന്താണ് പറയേണ്ടത്? അല്ല അപ്പൊ എവിടെ താമസിക്കുന്ന? അപ്പി ഞാൻ കന്യാകുമാരി. ആ ജില്ലയല്ലേ ഉള്ള? കന്യാകുമാരി ജില്ലയെന്ന്. ആ, അതിന് തൊട്ടടുത്ത് എവിടെയാണ്? മാർത്താണ്ഡത്തിന്റെ അടുത്തായിട്ട് വരും. ചെല്ലുവിന്റെ വീട്ടിൽ തൊട്ടിപ്പുറത്താണ്. ചെല്ലുവെള്ളന്ന് എനിക്ക് അറിഞ്ഞൂടാ. അറിഞ്ഞില്ല പിള്ളേ? പടയങ്ങൾ സാധനങ്ങളൊക്കെ എടുക്കാൻ പോണോ? ചെല്ലുവാണെന്നല്ലോ. അതെ, കൊലയൊക്കെ എടുക്കാൻ പോണോ? ചെല്ലുവെന്ന്. രാമൊക്കെ വീട്ടിൽ പുറത്ത് പിടിച്ചു. വീട്ടിലെ പട്ടി കുരയ്ക്കുന്നത് എന്തുകൊണ്ട്?
വാങ്ങോട്ടാണോ കുറയ്ക്കുന്നത്? അല്ല, ആരെയും കണ്ടിട്ടല്ലേ കുറയ്ക്കുന്നത്? ആരും പോകണോ? അപ്പൊ വാങ്ങണ്ട. ശരിയായ ഉത്തരവ് തന്നെയാണ്. മനുഷ്യൻ ആദ്യമായി ചവിട്ടിയ പാത്രം ഏതാണ്? മനുഷ്യൻ ആദ്യമായി ചവിട്ടിയ പാത്രം ഏതാണ്? എന്റെ അമ്മ, അതും പോയി. ഇതാണ് ഒന്നും അറിഞ്ഞോന്ന് പറഞ്ഞ ആൾക്കാർ കൃത്യമായിട്ട് പറയുന്നുണ്ടല്ലോ. കൂലിപ്പണിക്കാരന് ചെയ്യാൻ പറ്റാത്ത പണി എന്താണ്? കൂലിയില്ലാത്ത പണി. ടീച്ചർ എന്നെ താമസിച്ചേ. ഓ, ബൈപ്പാസ് ബ്ലോക്ക് ആയിരുന്നടാ. അയ്യോ, അത് വെച്ചോണ്ടിരിക്കരുത്. ആർക്കും ചെയ്യാൻ പറ്റാത്ത ഒരു പണി എന്താണ്? ചെയ്യാൻ പറ്റുന്നതോ പറ്റാത്ത ചെയ്യാൻ പറ്റാത്ത പണി. കൂലിപ്പണിക്കാരന് ചെയ്യാൻ പറ്റാത്ത പണി. അവരുടെ കൂലിയില്ലാത്ത പണിയെന്ന്. നീരുണ്ടോന്നല്ല ഞാൻ നിന്നെ നീതു ഉണ്ടോന്ന്. നീത് കൊണ്ടോ? മറ്റേത് കുസൃതി ചോദ്യം അല്ലായിരുന്നു. ഏത്? ആദ്യം ചവിട്ടിയ പാത്രം ഏതെന്ന്. ആ, അത് കുസൃതി ചോദ്യമാണ്. അതൊരു ഇമോഷണൽ ചോദ്യമാണ്. താമരയുടെ പര്യായ പദം. വെള്ളത്താമര, നീലത്താമര. അത് ടീച്ചർ കണ്ടാന്നല്ലോ സിനിമ. പാസ്, തീർന്ന്. ഇല്ല, ഒന്നുകൂടെ സമ്മാനങ്ങളുണ്ട്. ഇത്തിരി ചോദ്യം ഒത്തിരി സമ്മാനങ്ങളുണ്ട്. ഈ ഒരെണ്ണം കൂടി പറഞ്ഞാൽ കിട്ടും. അറിയില്ല. മലയാളത്തിൽ തന്നെ ഒരു നടൻ ഒരു കഥാപാത്രം 5 സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. മലയാളത്തിൽ തന്നെ ഒരു നടൻ. പട്ടണപ്രവേശം, നാടോടിക്കാറ്റ്, അതല്ലേ? ആ, അതെന്നാലും ആയില്ല. നടന്റെ പേരും ആ സിനിമയും പറഞ്ഞ 5 സിനിമയുണ്ട്. അല്ല, മോനല്ല. എനിക്കറിയില്ല. അറിയാമോ? ഇത്രയും നല്ലൊരു പ്രശസ്തനായതാണ് നിങ്ങൾക്ക് അറിഞ്ഞൂടാ എന്ന് പറഞ്ഞാൽ മലയാളത്തിലെ ഏറ്റവും നല്ലൊരു നടനാണ്. സിനിമയും 5 സിനിമയിൽ ഒരേ കഥാപാത്രമാണ്. ഒരേ കഥാപാത്രം. മധു, സത്യൻ, ഷീല. മുകേഷിന് 5 സിനിമ എന്ന് പറയാമോ? ഹണി, മണി, കേണി. ഇൻ ഹരിഹർ നഗർ, അതിന്റെ 5. അത് 5 പാർട്ട് സിനിമ ആയിട്ട്. നമ്മുടെ സമ്മാനം പോയി. രാസനാമത്തെ കുറിച്ച് പഠിക്കുന്ന വിഷയമാണ് ക്രിസ്മസ് ട്രീ. ഇല്ലല്ല, അതല്ല, എന്നാലും പറയാം. എന്നാലും നിങ്ങൾ ഈ ഒരു നടൻ, മഹാനടൻ നിങ്ങൾ മറക്കരുത്. പുള്ളിയുടെ പേര് വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. മുഹമ്മദ് കുട്ടി എന്നാണ് പുള്ളിയുടെ പേര്. മറ്റേ ജാഗ്രത, വരട്ടെ. CBI ഡയറി കുറിപ്പ്, അതിന്റെ സെക്കൻഡ് പാർട്ട്. നേരറിയാൻ CBI. സേതുരാമയ്യർ CBI. CBI 5 ബ്രൈൻ. രഞ്ജിനി ഇൻഡസ്ട്രീസ് നൽകുന്ന സമ്മാനം 60% എവിടെ പോയി ഏത് ഫർണിച്ചർ എടുത്താലും 60% ഓഫറാണ്. പുത്തക്കട കല്ലൂർ നൽകുന്ന സമ്മാനം 20% ഓഫർ വഴി നിങ്ങൾക്ക് കല്ലൂർ ഫാഷൻ സ്റ്റോറിൽ നിന്ന് കളക്ഷൻ എടുക്കാം. തൃശ്ശൂർ ഗ്രേസ് ജ്വല്ലറി 70% തൃശ്ശൂർ പണിക്കിലുള്ള ഓഫർ. ധൈര്യമായിട്ട് പോയി നിങ്ങൾക്ക് മേടിക്കാം. പിന്നെ അത് കുന്നിൽ സൂപ്പർ മാർക്കറ്റിൽ ഇരുന്ന പൂജ സ്പെഷ്യൽ ആയിട്ടുള്ള 25 ഐറ്റം സാധനം 250 രൂപയുടെ സാധനം 149 രൂപയ്ക്കും. ഈ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു പൊഴുതിന്റെ പേരിൽ ഒരു ഫലൂഡ മിക്സ്, ഒരു ഫലൂഡ മിക്സ് കൂടെ നിങ്ങൾക്ക് കാണാം. ഓക്കെ. മലങ്കീഴ് പട്ടേൽ, പേര് രശ്മി. പേയാട്, ദീപ, സ്മിത പേയാട്. ശരി, ഓക്കെ, നോക്കട്ടെ. ദൃശ്യം, നിങ്ങളുടെ വാർത്തകൾ നിങ്ങളുടെ ഭാഷയിൽ.